കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആ വാശിയുടെ മുകളിലാ നമ്മൾ ഇന്ന് ചവിട്ടി നിൽക്കുന്ന ഈ വീടടക്കം എല്ലാം ഉണ്ടായത്. എന്നാലും നിനക്ക് പണം തരില്ല എന്ന് പറഞ്ഞപ്പോ തടയാൻ എനിക്കായില്ല മോനെ. അതൊന്നും സാരമില്ല അച്ഛാ. എന്നായാലും പഠിക്കേണ്ട ഒരു പാടായിരുന്നു അത്. ഞാനല്പം വൈകിപ്പോയിന്നേ ഉള്ളൂ. സ്വന്തമായിട്ടൊരു ജോലി, അധ്വാനം, ഇതൊക്കെ കല്യാണത്തിന് മുന്നേ ചിന്തിക്കേണ്ടതായിരുന്നു. അച്ഛാ, അച്ഛന് കുറച്ചിലൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട്. ഇല്ല മോനെ, നീ എവിടെങ്കിലും കൂലിപ്പണി എടുത്തുകൊണ്ട് നിൽക്കുന്ന കണ്ടാലും അച്ഛൻ അഭിമാനത്തോടെ പറയും എന്റെ മോനാതെന്ന്. ആരെങ്കിലും കബളിപ്പിക്കുകയോ പണം തട്ടിപ്പറിച്ചെടുക്കുകയല്ലോ എന്റെ മോൻ. അധ്വാനിച്ചല്ലേ പണം ഉണ്ടാക്കുന്നത്. പുരുഷ ലക്ഷണം അത്. അച്ഛാ, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ശരീരം കൊണ്ട് ആവതില്ലെന്നേ ഉള്ളൂ, അനുഗ്രഹമല്ല. അച്ഛൻ തന്നെ കൂടേണ്ടെന്ന് വിചാരിച്ചോളൂ നീ എപ്പോഴും. അതെ, എല്ലാരും വേഗം ഒന്ന് വന്നേ. ഭാമാൻഡി, എല്ലാരും ഒന്ന് പെട്ടെന്ന് വന്നേ. എന്തോ പ്രശ്നമാണല്ലോ. അച്ഛാ, ഞാൻ അങ്കിളെ, പ്രീതി, എന്താ സുസ്മിതേ? ആ പറയാം, ഈ വാ. ഭാമാൻഡി, ഭാമാൻഡി. എന്താ സുസ്മിതേ? പറയാം, മെയിൻ ആള് വരാതെ സസ്പെൻസ് പൊട്ടിക്കാൻ പറ്റില്ല. എവിടെ ആളെ കാണുന്നില്ലല്ലോ. വന്നല്ലോ. ഒന്ന് ഇറങ്ങി വരണം ശാലിനി, ഒരു കാര്യമുണ്ട്. ശാലു, ഒന്ന് വേഗം വാ. ഷെടാ, അവിടെ നിന്ന് എങ്ങനെയാ? വാ വാ, ഇങ്ങു ദാ ഇവിടെ നിൽക്ക. ഞാൻ പറയുന്ന സമയത്ത് എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. വിശിഷ്ടാതിഥിയെ ഞാൻ മാല ചാർത്താൻ പോവാ. എന്താ ഇത്? കൊള്ള, എങ്ങനെയുണ്ട്? സാധാരണ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല സിവിൽ സർവീസ് എഴുതിയെടുക്കുക. അതിന്റെ പ്രിലിമിനറി എക്സാം എന്ന കടമ്പ വിജയകരമായി കടന്ന നമ്മുടെ ശാലിനി മെയിൻ എക്സാം എഴുതി. അതിൽ പാസ്സായ പിന്നെ ഇന്റർവ്യൂ എന്നൊരു കടമ്പ കൂടിയേ ഉള്ളൂ. സിവിൽ സർവീസ് കൈയെത്തും ദൂരത്ത്. നമ്മുടെ മിടുമിടിക്കായ ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാമിൽ 8 നിലയിൽ പൊട്ടി. UPSC എക്സാം റിസൾട്ട് നെറ്റിലുണ്ട്. അതിന്റെ സ്വീകരണ ചടങ്ങാ ഇപ്പൊ ഇവിടെ നടന്നത്. സുസ്മിതേ, എന്ത് കോമാളിത്തരാണ് നീ കാണിക്കുന്നത്? മനസാക്ഷിയൊന്നുമില്ലേ നിനക്ക്? ഒരാളുടെ പരാജയത്തിലാണോ ആഘോഷിക്കുന്നത്?
ഇവളുടെ പരാജയം ഞാൻ ആഘോഷിക്കും അങ്കിൾ. അതിന് കാരണമുണ്ട്. കല്യാണത്തിന് മുമ്പേ തന്നെ ഇവര് തമ്മിലുള്ള പ്രണയം കൊടുമ്പിരി കൊണ്ടിരുന്നാണല്ലോ. അന്നെന്നെ ഇവളുമായിട്ടാ വിഷ്ണുവേട്ടൻ താരതമ്യപ്പെടുത്തിയിരുന്നത്. ശാലിനി IAS. ഇവള് കളക്ടർ ഉദ്യോഗം നേടിക്കഴിഞ്ഞ പോലീസിന്റെ പൈലറ്റ് വാഹനം അടക്കം ഇവള് റോഡിൽ കൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോഴേ പഞ്ചപുച്ഛമടക്കി മാറി നിൽക്കേണ്ടി വരും ഞാനെന്ന്. ഇവളെ ഒന്ന് കാണാൻ ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കേണ്ടി വരും ഞാനെന്ന്. ഇവളെയോ? ഭാമേ, നീയും കൂടെ ഇവളെ കൂടെ കൂടല്ലേ? ഇവൾക്കോ വിവരമില്ല. എന്നാലും ഇവളുമായിട്ട് സുസ്മിതയെ താരതമ്യപ്പെടുത്തുക പറഞ്ഞ അതിത്തിരി കടന്ന കൈയില്ലേ രാഘവേട്ട? അല്ല, എവിടെടി നിന്റെ പൈലറ്റ് വാഹനം? ഒന്നും കാണാനില്ലല്ലോ. ഇനി ഒരു പൈലറ്റേ നിനക്കുണ്ടാവും, നിന്റെ ഈ വിഷ്ണുവേട്ടൻ. എപ്പോഴും സാരി തുമ്പി തൂങ്ങി നടക്കുന്നുണ്ടല്ലോ. ശാലിനി മോനെ, സുസ്മിത, കുറെ നേരമായിട്ട് നീ ഒരുപാട് അതിരുവിടുന്നുണ്ട്. അതിരുവിട്ടത് ആരാ വിഷ്ണുവേട്ടാ? അന്ന് എന്നെ അങ്ങനെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നിതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അയ്യോ, കളക്ടർ കൊച്ചമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എടി, നിനക്കിവിടെ വേറൊരു IAS ഉണ്ടല്ലോ, ഇന്ത്യൻ അടുക്കള സർവീസ്. ആ, തൽക്കാലം അതിൽ സമാധാനിക്ക്. ചായക്കടക്കാരിയുടെ മോൾക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. ഹോ, കൊച്ചമ്മയ്ക്ക് പിടിച്ചില്ല. കഴിഞ്ഞോ? നിന്റെ ഷോ കഴിഞ്ഞോന്നാ ചോദിച്ചത്. ഷോ അല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. അച്ഛൻ മരിച്ച അതും സത്യം തന്നെയാ സുസ്മിതെ. അന്ന് നീ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കോ? എന്നെ അത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്തോണ്ടാ ഞാൻ. ആയിക്കോട്ടെ, അത് ഇൻസൾട്ട് ചെയ്തവരോടാവാം. അതിന് ശാലിനി എന്ത് പിടിച്ചു? സുസ്മിത ഒരു തമാശ കാട്ടിയതാണെന്ന് കരുതിയാ മതി രാഘവേട്ട. തമാശ കാട്ടിയതായിട്ട് കൂട്ടാമേ, പക്ഷെ അതിനുള്ള യോഗ്യത വേണ്ടേ? എനിക്കെന്താ കുഴപ്പം? ബാംഗ്ലൂരിൽ ഇവള് MBAക്ക് പഠിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ അതിൽ എത്ര പേപ്പർ പാസ്സായെന്ന് ചോദിക്ക്. ഫൈനൽ സെമസ്റ്ററിന്റെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കോപ്പി അടിച്ചതിനെ ഇൻവിജിലേറ്റർ പിടിച്ച് പുറത്താക്കി. ആ, അത് ചുമ്മാതെയാ. പുതിയ കഥയൊന്നും മെനയുണ്ട സുസ്മിതെ. ഇവിടെ വന്ന നിന്റെ കൂട്ടുകാരികൾ തന്നെ പറഞ്ഞതാ. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാ കോപ്പി അടിച്ചും കൈക്കൂലി കൊടുത്തും പാസ്സാകാവുന്ന പരീക്ഷയല്ല. ഒരുപാട് വായനയും അറിവും വർഷങ്ങളുടെ പരിശീലനവും വേണം. മെയിൻ എക്സാം ആദ്യ തവണ തന്നെ പാസ്സായവർ ചുരുക്കം. ഒരു വട്ടം കൂടി ശാലിനി ആ പരീക്ഷ എഴുതിയാൽ നീ പറഞ്ഞതൊക്കെ തന്നെ സംഭവിക്കും സുസ്മിത. അവള് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ ഈ മുറ്റത്ത് വന്നിറങ്ങും. അപ്പോ പഞ്ചപുച്ച അടക്കി തന്നെ നിൽക്കേണ്ടി വരും നിനക്ക്. LKG മുതൽ ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പ്രവേശനം കിട്ടിയ നിനക്ക് അതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ചുരുങ്ങിയ പക്ഷം ഇന്ത്യൻ പ്രസിഡന്റ് ആരാണെന്ന് നിനക്കറിയൂ? ആ, അതൊക്കെ എനിക്കറിയാം. നരേന്ദ്രമോദിയല്ലേ? അല്ലടി, ജവഹർലാൽ നെഹ്റു. നെഹ്റു? പുള്ളിക്കാരൻ മരിച്ചുപോയില്ലേ? ഇതാ പറഞ്ഞത്, നീയും ശാലിനിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്ന്. ഇനിയൊരു 100 ജന്മം എടുത്താലും സുസ്മിതയ്ക്ക് ശാലിനി ആവാൻ പറ്റില്ല.
പിന്നാലെ നീ കോപ്പി അടിച്ചത് മോശമായി പോയി സുസ്മിത. ശാലിനി, എടോ, സുസ്മിത പറഞ്ഞത് കാര്യാക്കണ്ട. അവൾക്ക് അത്ര വിവരമുള്ളൂ എന്ന് കരുതിയാൽ മതി. സുസ്മിത പറഞ്ഞതിൽ എന്താ തെറ്റ്? ശാലിനി ഒരു പരീക്ഷയിൽ തോറ്റു, ജീവിതത്തിൽ ആദ്യമായിട്ട്. ജീവിത പരീക്ഷയിൽ പണ്ടേ തോറ്റല്ലോ. എടോ, ഞാൻ മിണ്ടരുത് നിങ്ങള്. എന്റെ എല്ലാ തോൽവികൾക്കും കാരണം നിങ്ങളോ? ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു. എടോ, ഞാൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയോ? എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സിവിൽ സർവീസ്. ബുദ്ധി ഉറച്ചു തുടങ്ങുന്ന സമയം മുതലേ ഞാൻ ആഗ്രഹിച്ചതാ. അത് നേടിയെടുക്കാന്നുള്ളത് എന്റെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ, ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു. അതാ നിങ്ങൾ തല്ലി തകർത്ത് കൈ തന്നത്. മിണ്ടരുത്. നിങ്ങൾക്ക് ചെയ്തതൊന്നും ബോധമില്ലെങ്കിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തരാം. ഒരു മനുഷ്യന്റെ വാരിയലിനുള്ളിലേക്ക് കത്തി ഇറക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാ ഞാൻ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത്. എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും എന്റെ കണ്ണീന്ന് മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ചോര ചുവപ്പ്. കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ജീവന് വേണ്ടി പ്രാണൻ പടഞ്ഞുള്ള അയാളുടെ നിലവിളിയ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയായിരുന്നു എനിക്ക്. എന്നിട്ട് ആ സമയം ഒന്നും എന്റെ ബോധത്തിലേക്ക് വന്നില്ല. എന്റെ കൈ വിറച്ചു. എന്റെ മുന്നിലെ ഉത്തരക്കടലാസിൽ നിങ്ങൾ ആ മനുഷ്യനെ ആഞ്ഞു കുത്തുന്ന ദൃശ്യം മാത്രമായിരുന്നു. എടോ, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ? സംഭവിച്ചു പോയതെന്ന് നിങ്ങൾക്ക് വെറുതെ പറഞ്ഞൊഴിയാം. എന്റെ എത്ര വർഷത്തെ അധ്വാനവും ഉറക്കോ പാഴായതെന്ന് നിങ്ങൾക്കറിയോ? കോളേജിന്റെ പടി കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്കൊന്നും അതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. IASന്റെ ഫുൾ ഫോം എന്താണെന്നെങ്കിലും അറിയോ നിങ്ങൾക്ക്? പറയാൻ പറ്റില്ല. പണമുണ്ടെങ്കിൽ എല്ലാമായെന്ന് കരുതി ജീവിച്ച നിങ്ങള് സ്വയം മാത്രമല്ല, എന്നെ കൂടി തോൽപ്പിച്ചു. എന്റെ കുടുംബത്തെ, ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെയൊക്കെയാ നിങ്ങൾ ചവിട്ടി മെതിച്ചു കളഞ്ഞത്. എടോ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറയും. ദയവ് ചെയ്ത് ഇനി സഹായം ഒന്നും ചെയ്യരുത്. നാഗർകോവിലെ എക്സാം സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സഹായം ചെയ്തതാണല്ലോ. അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടി. ഇനിയും താങ്ങാൻ വയ്യ. എന്നെ ഒന്നും വിട്ടേക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ.
എന്താടി മൊത്തം പൊട്ടി തകർന്നില്ലേ? ഹ, പ്രേമിച്ചോണ്ട് നടന്ന കാലത്ത് തന്നെ നിന്നെ പറ്റി 100 നാവായിരുന്നു വിഷ്ണുവേട്ടന്. അന്നേ നിനക്ക് IAS പട്ടം ചാർത്തി തന്നു. ശാലിനി IAS ആണ് പോലും. ഞാൻ ആക്രി കച്ചവടക്കാരന്റെ കൊച്ചുമോള്. എന്നിട്ടിപ്പ എന്തായി? ചായക്കടക്കാരിയുടെ മോള് വീണ്ടും ചായക്കടക്കാരിയായി. സുസ്മിത അന്നും ഇന്നും UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെ മകള് തന്നെയാണടി. പദവി മാറിയിട്ടില്ല. ഇവക്കെങ്ങനെയാ ഇത്രയും ധൈര്യമെന്ന് അന്തം വിടുന്നുണ്ടാവും നീ? കാര്യമുണ്ടടി. ഒരു ഓഞ്ഞ ഫോണിൽ ലോ ക്ലാസ് ക്ലാരിറ്റിയിൽ പിടിച്ചൊരു വീഡിയോയും കയ്യിൽ വെച്ച് എന്നെ അങ്ങ് ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് കരുതിയോ നീ? ഇപ്പൊ നിന്റെ കയ്യിൽ ആ വീഡിയോ ഇല്ല, ഫോണും ഇല്ല. അത് തല്ലിപ്പൊട്ടിച്ചതും മെമ്മറി കാർഡ് ഒടിച്ചു കളഞ്ഞതും ഒക്കെ ഈ ഞാൻ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതുകൂടി നീ വീഡിയോ എടുത്ത് ആരെയാന്ന് വെച്ച് കാണിക്ക. എന്തെങ്കിലും തെളിവുണ്ടോടി പിന്നെ നിന്റെ കയ്യിലിപ്പോ? അല്ല, നീ എന്താ പറഞ്ഞേ? നീ ഉടയോളും ഞാൻ അടിമയും അല്ലേ? എന്ത് ധൈര്യം അടി നിനക്ക് എന്റെ മുന്നിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കാൻ? നിന്നെയും നിന്റെ തള്ളയുമടക്കം നിന്റെ കൂനാച്ചിപ്പുരയും കുടുംബശ്രീ ഹോട്ടലും വിലക്കെടുക്കാനുള്ള പണം ഉണ്ടടി എന്റെ അച്ഛന്റെ കയ്യില്. ആ എന്നെ കൊണ്ടാ നീ സോസറിൽ ചായ കുടിപ്പിച്ചതും മാമ്പഴം വാങ്ങിക്കാൻ മാർക്കറ്റിൽ ഓടിച്ചതും ഒക്കെ. വെച്ചിട്ടുണ്ടടി നിനക്ക് ഞാൻ. എണ്ണി എണ്ണി പ്രതികാരം ചെയ്തില്ലെങ്കിൽ എന്റെ അച്ഛന്റെ പേര് രാജശേഖരൻ അല്ലടി. അവളുടെ ഒരു വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഒലക്കയുടെ മൂട്. എന്താടി? വീഡിയോ കയ്യില് വേണമെന്നില്ല. എപ്പോഴും ഞാനിങ്ങനെ വിളിച്ച വാലാട്ടിക്കൊണ്ട് വരേണ്ടി വരും നിനക്ക്. നിന്റെ ജനുസിന്റെ ഗുണം അതാ. എന്താടി നീ പറഞ്ഞേ? അടങ്ങി നിൽക്ക് സുസ്മിത. ആദ്യം ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. എന്റെ അമ്മയും ശാരികച്ചി നിൽക്കുന്നിടത്ത് നീ അഴിഞ്ഞാടിയപ്പോഴേ ഞാൻ കരുതിയതാ നീ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. എന്റെ സംശയം ശരിയായി. വന്നു നോക്കുമ്പോ ഫോൺ പൊട്ടിച്ചിതറി കിടക്കുന്നു. മെമ്മറി കാർഡ് കാണാനുമില്ല. അതിനെ നീ കൊണ്ടേ കേസ് കൊടുക്കടി. ഇനി ഞാൻ ആ ഫോൺ പൊട്ടിച്ചെന്ന് പറഞ്ഞാലേ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കേസ് കൊടുക്കുമ്പോഴേ ആ വീഡിയോയും കൂടി കൊടുത്താലോ? അപ്പൊ വിശ്വസിക്കില്ലേ? അതിന് നിന്റെ കയ്യിലിപ്പോ ആ വീഡിയോ ഇല്ലല്ലോ. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലേ. ഡി അല്ല, കോൾ മീ മാം. ശാലിനി മാം.